ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഒരു കുട്ടി മോർണിംഗ് റൂട്ടീൻ ഞാൻ കാണിക്കാമെന്ന് വെച്ചു. ഞങ്ങളുടെ അപ്പോൾ ഇപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് എടുത്തിട്ട് ജ്യൂസ് അടിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിപ്പോൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയൊരു ഹാബിറ്റാണ്. പിന്നെ രാവിലത്തെ വിശപ്പ് ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആപ്പിളും പൈനാപ്പിളും ഇഞ്ചിയും നാരങ്ങയും പുതിനയിലയും ഒക്കെ കൂടെ അടിച്ചിട്ടിട്ടുള്ളൊരു ജ്യൂസാണ്. അങ്ങനെ രാവിലെ ഞാനത് ഉണ്ടാക്കിയിട്ട് വരുംചേട്ടനും കുടിച്ചു, ഞാനും കുടിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് മുടി നല്ല കൊഴിച്ചിലുണ്ട്. ചെറിയൊരു ഈ ക്ലോറിൻ വെള്ളത്തിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിന്ന് കുറച്ച് മുട്ടയും എണ്ണയൊക്കെ തലയിൽ തേച്ച് വെച്ച് പിടിപ്പിച്ച് ഇന്ന് കുറച്ച് സെൽഫ് കെയർ ചെയ്യണമെന്ന് കരുതി കുറേ നാളെ. അപ്പോൾ ഏറ്റവും അവിഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് വേണം ഈ മുട്ട തേക്കാൻ പോകാൻ, അല്ലെങ്കിൽ ദേഹം മൊത്തം മാറുകയും ചെയ്യും, വെറുതെ ആ നല്ലൊരു ഡ്രസ്സ് നാശമാവുകയും ചെയ്യും. അങ്ങനെ മുടിയൊക്കെ ഒന്ന് ചെയ്യും. എനിക്കാണെങ്കിൽ എന്താ ചുരുണ്ട മുടിയായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചട പിടിക്കും. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ തേച്ച്, അപ്പോൾ ഹെയർ ക്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ജാൻസിറാണിയാണെന്ന് വിചാരം, തേങ്ങയാണ്. അപ്പോൾ വരുംചേട്ടനെയും വെച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും വരുംചേട്ടനും ചെയ്യണം. അപ്പോൾ മാസ്ക് ഞാനിട്ടു, ശേഷം വരുംചേട്ടനും ഇട്ട് കൊടുത്തു. എന്താ അനുസരണ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുള്ളിക്ക്. ഇപ്പോൾ കണ്ടാൽ മറ്റേ ചുമട്ട് തൊഴിലാളികളെ പോലെ തോന്നില്ലേ, മറ്റേ ഈ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഒരു ടോട്ടില്ല റാപ്പും കണ്ട ലെറ്റ്യൂസും വീട്ടിൽ ഇരുന്ന എല്ലാ സോസും. അപ്പോൾ ചിക്കൻ കഴിഞ്ഞ ദിവസം വറുത്ത് വെച്ചതും കൂടെ ഞാൻ അതിനകത്തങ്ങ് വെച്ച് അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. വരുംചേട്ടന് പിന്നെ പതിവ് പോലെ എന്ത് കൊടുത്താലും കഴിച്ചോളും. അപ്പോൾ ഇത് 20 മിനിറ്റ് 1 മണിക്കൂറൊക്കെ വെക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് ഫുഡെല്ലാം കഴിച്ചു ഞാൻ കുളിക്കാൻ കയറി. ഈ ഒരു ഷാമ്പു ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ബോഡി സ്ക്രബ്ബാണ്. നല്ല സ്മെല്ലാണ്, പക്ഷേ ഇത് അത്ര എഫക്റ്റീവായിട്ട് തോന്നില്ല. പക്ഷേ ഈ ഒരു സ്ക്രബ്ബ് നല്ല എഫക്റ്റീവാണ്. കാരണം എനിക്ക് സ്ട്രോബെറി സ്കിൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുരുവൊക്കെ മാറാൻ നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ചൊരുങ്ങി വന്ന് എല്ലാം തലമുടിയൊക്കെ ഒന്ന് റെഡിയാക്കി. സത്യം പറയാലോ, നല്ല ഫ്രഷായിട്ട് തോന്നി. ഈ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് എനിക്ക് ഡാൻഡ്രഫും ഉണ്ട്. പിന്നെ വരുംചേട്ടനെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞാനൊന്ന് ഒരുങ്ങി. ചുണ്ടരയില്ലേ അങ്ങനെ വെളിയിൽ വായി നോക്കി ഇരിക്കുകയായിരുന്നു വരുംചേട്ടൻ. അവിടെ ഇരുന്ന് ഏതൊരു പെണ്ണിനെ നോക്കിയിട്ട് അതിനൊക്കെ കമൻ്റ് അടിക്കായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് വിളിച്ചാൽ വരുംചേട്ടൻ ഒരു കാര്യമില്ലാത്തൊരു ബന്ധമില്ലാത്ത ഡയലോഗ് ഇതുപോലെ ഇരുന്ന് അടിക്കും. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനങ്ങ് കേട്ടോണ്ടിരിക്കും. എൻ്റെ ഡയലോഗ് മറന്നുകൊണ്ട് പറയും, എല്ലാത്തിനും ഈ ജോലിയാണ് കാരണം, എനിക്ക് മടുത്ത് ഈ ജോലി, വല്ല ബിസിനസ് തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നേക്കാം. അങ്ങനെ കുളിച്ച് ഫുഡെല്ലാം കഴിച്ച് രാവിലെ അത്രയും കഴിച്ചോണ്ടെന്ന് തോന്നുന്നു, വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡങ്ങ് സ്കിപ്പ് ചെയ്തു. പിന്നെ ഏതെങ്കിലും കവറൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ റൂബിക്ക് ഇതുപോലെ ചാടണം, പിന്നെ അതിനകത്ത് മുള്ളണം, പിന്നെ അത് മൊത്തം ഞാൻ കോരിക്കളയണം. പൂച്ച വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, കവറ് പ്ലാസ്റ്റിക് കവർ എന്നിവ ഒരു സാധനങ്ങളും കൊണ്ടുവെക്കരുത്, അതിൽ മുള്ളും. അപ്പോൾ വുമൻസ് ഡേ ആയിട്ട് വരുന്നതിനൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടി, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഡാമേജ് പീസായിരുന്നു. അപ്പോൾ ശരി, ബൈ ബൈ.